ഈ സ്റ്റാലിൻ നടത്തുന്ന പോലെ മമതാ ബാനർജി നടത്തുന്ന പോലെയുള്ള ഒരു ഫൈറ്റ് പിണറായി വിജയന്റെ ഭാഗത്ത് നമ്മൾ കാണുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി എന്തുകൊണ്ട് ഇവിടേക്ക് വരുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. അല്ലാതെ എന്നെ ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് പിണറായി വിജയനെ നേരെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല? ആ അറസ്റ്റ് ചെയ്ത നിമിഷമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസിന് ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന അർത്ഥമില്ല. ഇവിടെ എന്തൊക്കെയോ ഒത്തുതീർപ്പുകൾ ഉണ്ടാകുന്നു എന്നതാണ് ആ കാര്യം പറഞ്ഞതിലൂടെ ഉന്നയിച്ച ഒരു ചോദ്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തായി പറയുന്നത് ഈ പറയുന്ന ഈ വലിയ വിഷയമായി, അതായത് ഉള്ളതിലും വലിയ വിഷയമാക്കി ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്നത് വയനാട്ടിലെ കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടാണല്ലോ. അവർ ഒരു കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്വന്തം നിലയ്ക്ക് ചില പണം പിരിക്കലുകൾ നടത്തിയിരിക്കുകയും ആ പണം പിരിക്കലിന്റെ ഭാഗമായി ഞങ്ങൾ ഇത്ര വീടുകൾ നൽകുമെന്നുള്ള വാഗ്ദാനം നൽകുകയും ചെയ്തിരിക്കുന്നു. സർക്കാർ നൽകുന്ന വീടുമായിട്ടാണ് കോൺഗ്രസ് നൽകുന്ന വീടിനെ പ്രത്യേകമായി താരതമ്യം ചെയ്തതെന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. സർക്കാർ നൽകുന്ന വീടുകൾ എന്നുള്ളത് ഞാനും നിങ്ങളടക്കം നമ്മൾ ഓരോരുത്തരും നൽകിയ പണം, അത് 777 കോടി അടക്കം വരുന്ന ആ തുകയിൽ നിന്ന് എടുത്ത എത്ര കണക്കാണ് ഉപയോഗിച്ചത്, എത്ര രൂപ ഉപയോഗിച്ചു എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. എത്ര തുക ബാക്കിയുണ്ട് എന്നുള്ളതും 2 വർഷം പൂർത്തിയാകുമ്പോഴാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഡോക്ടർ അരുൺ, അസ്വസ്ഥനാകാതിരിക്കും. അപ്പോൾ ആ വീടിന്റെ പണി പൂർത്തിയായി എന്ന് പറയുമ്പോൾ 178 വീടുകളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 400-ലധികം വീടുകൾ പൂർത്തിയാക്കാനുണ്ട്. 178 വീടുകൾ പൂർത്തിയായി എന്ന് പറയുമ്പോൾ ആ വീടിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ താക്കോൽ കൊടുക്കുന്നതിനുള്ള തിരക്കും നമ്മൾ കണ്ടാണ്. ആ വീടുകളിലേക്ക് താമസം തുടങ്ങിയോ? താമസം തുടങ്ങാനായ സംവിധാനമായ വീടിലേക്ക് പ്രവേശിക്കാനാകുമ്പോഴാണ് വീട് നൽകിയെന്നത് പൂർണ്ണാർത്ഥത്തിൽ ശരിയാവുക. അപ്പോൾ 178 വീടുകളിലും താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാൾ പോലും താമസിക്കാൻ തുടങ്ങിയിട്ടില്ല സർക്കാർ നൽകിയ വീടിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതവിടെ എന്താണ് ഭൂരിപക്ഷ ശബ്ദം കൊണ്ട് എന്നെ അടക്കാൻ ഞാൻ പറഞ്ഞു 178 വീടുകൾ കിട്ടിയവരിൽ ആരെങ്കിലും ഒരാൾ വന്ന് ഈ വീട് താമസയോഗ്യമല്ല, മണ്ടത്തരം പറയാതിരിക്കും സുനിൽ. ഞാൻ ആ വാക്കുപയോഗിക്കും, മണ്ടത്തരം എന്ന്. കാരണം 178 വീടും അവർക്ക് അത്യാവശ്യമാണ്. അവർ ആ വീട് കാത്തിരിക്കുന്നവരാണ്. അവരൊന്ന് പരാതി ഉറക്കെ പറയാനോ? പരാതികൾ ഉണ്ടായിട്ടുണ്ട്, പ്രതികരണങ്ങൾ ഉണ്ടായിട്ട് ആ പ്രതികരണം കണ്ട ശേഷമാണ് ഞാൻ പറയുന്നത്.